തൊടുപുഴ തമ്മംകുത്ത് വണ്ണപ്പുറം റൂട്ടിൽ നിർത്തിവെച്ച സ്വകാര്യ ബസ് സർവീസ് പുനരാരംഭിച്ചു. ബുധനാഴ്ച വണ്ണപ്പുറത്ത് വൺവേ തെറ്റിച്ച ബിബിൻസ് ബസ് കാളിയാർ സർക്കിൾ ഇൻസ്പെക്ടർ പിടിച്ചെടുത്തിരുന്നു. ഇതേ തുടർന്ന് സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും ബസ് സർവീസ് നിർത്തിവെക്കുകയായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ വെച്ച് പ്രസിഡന്റ് KP വർഗീസിന്റെയും കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാബു ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ബസ് ജീവനക്കാർക്കെതിരെ പെറ്റി കേസെടുത്ത് വാഹനം വിട്ടുകൊടുക്കുവാനും സർവീസ് പുനരാരംഭിക്കുവാനും തീരുമാനിച്ചു. ചർച്ചയിൽ കാളിയാർ SI ജോയി, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും പങ്കെടുത്തു. വണ്ണപ്പുറം SNM VHSS സ്കൂളിന് മുന്നിൽ നിന്നും ആരംഭിക്കുന്ന വൺവേ റോഡ് ടാർ ചെയ്ത് നന്നാക്കുവാനും യോഗത്തിൽ തീരുമാനമായി. ഇതേസമയം KSRTC ബസ്സുകളും മറ്റ് ഹെവി വാഹനങ്ങൾക്കും വൺവേ സംവിധാനം ബാധകമല്ലാത്തത് വ്യാപക പ്രതിഷേധത്തിന് കാരണമായി. ഈ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തി ഇന്നലെ വണ്ടി താമസിച്ചു വന്നു. പിള്ളേരെ ഒത്തിരി ഉണ്ടായിരുന്നു. കയറ്റി ഇറക്കി വണ്ടി പോയി. ആ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ സാറിന് നിസ്സാരമായിട്ട് 500 രൂപ ഒരു കേസ് ചാർജ് ചെയ്തിട്ട് ആ വണ്ടി വിടാറുണ്ട്. ഇന്നലെ 3 ചാല വണ്ടി പോയി ചാല് പോകാതിരിക്കും ആ വണ്ടി സ്റ്റേഷനിൽ പിടിച്ചിടുകയും ചെയ്തിട്ടുണ്ടായി. ബസ്സുകൾ മാത്രം വൺവേ പാലിക്കുകയും മറ്റ് ഭാരവാഹനങ്ങളും മറ്റ് വണ്ടികളും നേരെ വഴിക്ക് പോവുകയും ചെയ്യുന്നതിനെ പ്രതിഷേധിച്ച് വൺവേ തെറ്റിച്ചു എന്ന ആരോപണത്താൽ ബിബിൻസ് ബസ് ഇന്നലെ കസ്റ്റഡിയിലെടുക്കുകയും 2 ദിവസമായിട്ട് ചാല് മുടങ്ങുകയും കേസ് നിസ്സാര ഒരു പെറ്റി കേസിൽ തീരേണ്ട കേസ് സ്ഥലം SI അത് വാഹനം പിടിച്ചിടുകയും ചെയ്തിരിക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ച് ഇന്ന് തൊഴിലാളികൾ വണ്ണപ്പുറം തൊടുപുഴ റൂട്ടിൽ തൊഴിലാളികൾ പണി മുടക്കിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് കാണാം റോഡിൻ്റെ നടുക്കുകൊണ്ടെങ്കിൽ കരിങ്കല്ലുകൾ ഇറക്കിയിരിക്കുകയാണ് പ്രൈവറ്റ് വ്യക്തിക്ക് വേണ്ടി. അതിലൊരു വാഹനം പോലും കടന്നു പോകാൻ പാടില്ലാത്ത രീതിയിലാണ് ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ഒരു പോസ്റ്റ് വെപ്പുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറയാണെങ്കിൽ വാഹനം കടന്നു പോകാത്തൊരു റോട്ടിൽ പോസ്റ്റാണ്. സ്വാഭാവികമായി ഒന്നുകിൽ ഇവിടെ പഞ്ചായത്തിൽ ഇപ്പോൾ ഈ തന്നതുപോലെ ഒരു റിക്വസ്റ്റ് തരിക, അല്ലെങ്കിൽ കാളിയാർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം, അല്ലെങ്കിൽ MVAയുടെ അടുത്ത് പരാതിപ്പെടണം. ഇതൊന്നുമില്ലാതെ ഏകപക്ഷീയമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ബസ്, എല്ലാ ബസ്സൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാ ചാലും ഞാൻ പറയുന്നില്ല, ടൗണിൽ തിരക്കുള്ള സമയത്ത് നേരെ പോകുന്നു. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. നിങ്ങളുടെ ഭാഗത്ത് തന്നെ വീഴ്ചയുണ്ടായിരിക്കുന്നത്. പഞ്ചായത്ത് മറ്റ് മെമ്പർമാരുണ്ട്, മറ്റ് ജനപ്രതിനിധി അല്ലാത്ത രാഷ്ട്രീയക്കാരാണെങ്കിൽ അവരെയും വിളിക്കാം. നമുക്ക് മേളിൽ ചർച്ച ചെയ്തിട്ട് തീരുമാനമാക്കിയിട്ട് ബസ് ഓടാൻ ഞാൻ